ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സ്റ്റേ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്നേഹയും അവന്തികയും. എന്നാൽ അവരെ ഫോളോ ചെയ്ത് അർച്ചനയുടെ ഒരാളുണ്ടായിരുന്നു. അവരെല്ലാ കാര്യങ്ങളും അർച്ചനയോട് വിളിച്ച് പറയുന്നു. ഓക്കെ, ഞാൻ നോക്കിക്കോളാം എന്ന് അർച്ചന അയാളോട് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. സേതു അവിടേക്ക് വന്നു അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, അവന്തികയോടൊപ്പം സ്നേഹ എങ്ങോട്ടാണ് പോയത്, മോളോട് വല്ലതും പറഞ്ഞോ എന്ന്. അർച്ചന ഒന്നും മിണ്ടുന്നില്ല. എന്താ മോളെ നീ ഒന്നും പറയാത്തത് എന്ന് സേതു ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അച്ഛാ ഇപ്പോൾ എന്നെ വിളിച്ചത് നമ്മുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫാണ്. എന്താ കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സേതു ചോദിക്കുന്നു. പ്രശ്നം കമ്പനിയിലല്ല, അവൻ്റെ അടുത്തേയും സ്നേഹയും കൂടി പോയത് അഡ്വക്കേറ്റ് വെങ്കടേഷിനോട് സംസാരിക്കാനാണ്. അവർ രണ്ടുപേരും പുറത്തേക്ക് പോകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ സ്നേഹയോട് ചോദിച്ചതാണ്. എന്നിട്ട് സ്നേഹ നിന്നോടൊന്നും പറഞ്ഞില്ലേ എന്ന് സേതു ചോദിക്കുന്നു. എങ്ങോട്ടാ പോകുന്നതെന്ന് പിന്നാലെ അറിയുമെന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. എന്തോ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. അതിനെല്ലാം അവളെ ഉപദേശിച്ച് കൂടെ കൊണ്ടു നടക്കുന്നത് ഏട്ടത്തിയാണ് എന്ന് സ്നേഹ പറയുമ്പോൾ സേതു ചോദിക്കുന്നു, അത് എന്തിനായിരിക്കുമെന്ന് മോൾക്ക് വല്ല ഊഹവുമുണ്ടോ എന്ന്. എനിക്ക് അതിനെക്കുറിച്ച് വല്ല വ്യക്തതയുമില്ല. പക്ഷേ വക്കീലിനെ കണ്ടത് അത്ര നല്ല ഉദ്ദേശത്തോടെയല്ല എന്ന് അർച്ചന പറഞ്ഞു. അവരുടെ ഉദ്ദേശം എന്തായാലും ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ആ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. ഞാൻ തീരുമാനിച്ചത് നടപ്പിലാക്കാൻ എനിക്കറിയാമെന്ന് സേതു. ശേഷം കാണിക്കുന്നത് അർച്ചന ഇപ്പോൾ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സച്ചിയാണെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ റെഡിയാകുന്നു. അതിനിടയിൽ സച്ചിയുടെ ഷർട്ട് എടുത്ത് കൊടുക്കാൻ പോയതായിരുന്നു അർച്ചന. ആ സമയത്ത് കുഞ്ഞ് കമിഴ്ന്നു വീഴുന്നു. ആദ്യമായിട്ടാണ് ആ ഒരു സംഭവം. അർച്ചന വലിയ സന്തോഷത്തിൽ ഇപ്പോൾ കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. എൻ്റെ മോള് കമിഴ്ന്നു വീഴാൻ തുടങ്ങിയല്ലേ, ഇനി വേണം മുട്ടിലിഴയാനും നടക്കാനുമൊക്കെ എന്ന് സച്ചി പറഞ്ഞു. സന്ദീപിൻ്റെ മോളും ഈ മോളും ഒരു ദിവസം ജനിച്ചതല്ലേ, അവൾ ഇതുവരെ കമിഴ്ന്നു വീട്ടില്ലല്ലോ എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അവൾ താമസിയാതെ ഇങ്ങനെയൊക്കെ ആകും. സച്ചിയേട്ടനോട് ഞാനൊരു കാര്യം പറയട്ടെ, ഈ മോളെയും മോളെയും ഒരു തരത്തിലും താരതമ്യം ചെയ്യരുത്. അത് സന്ദീപും മാധുരിയും കേട്ടാൽ അവർക്കത് വിഷമമാകുമെന്നും അർച്ചന പറയുന്നു. ഞാൻ മറ്റൊരു രീതിയിൽ പറഞ്ഞതല്ല, എങ്കിലും ഞാനത് പറഞ്ഞത് വിഷമമായെങ്കിൽ സോറി എന്ന് സച്ചി. തുടർന്ന് കുഞ്ഞിനെ കുളിപ്പിക്കാനായി അർച്ചന കൊണ്ടുവരികയാണ് കുഞ്ഞിനെ. എന്നാൽ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് സോപ്പ് എടുക്കാൻ പോവുകയാണ് അർച്ചന. അനഘയെ വിളിച്ചിട്ട് വിളി കേൾക്കാത്തത് കൊണ്ട് അർച്ചന തന്നെ സോപ്പ് എടുക്കാനായി പോകുന്നു. ഇതേ സമയം അവന്തിക കുഞ്ഞിനരികിലേക്ക് വരുന്നുണ്ട്. അവിടെ ആരെങ്കിലും വരുന്നോ എന്ന് നോക്കിയിട്ട് കുഞ്ഞിനെ എടുക്കുകയാണ് അവന്തിക. കുഞ്ഞിനെ എടുത്ത് ആ ടീപ്പോയുടെ മുകളിലേക്ക് കൊണ്ട് കിടത്തുന്നുണ്ട്. എന്നിട്ട് ബക്കറ്റും വെള്ളവും കുഞ്ഞ് വീണാൽ അതിൽ വീഴുന്ന തരത്തിൽ അവിടേക്ക് താഴേക്ക് കൊണ്ട് വെക്കുകയാണ് അവന്തിക. മോള് കമിഴ്ന്ന് ഈ വെള്ളത്തിൽ തന്നെ വീഴണേ എന്ന് അവന്തിക കുഞ്ഞിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവന്തിക അവിടെ നിന്ന് പോകുന്നു. ആ സമയത്താണ് അർച്ചന അവിടേക്ക് വരുന്നത്. അർച്ചന ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. മോളെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അർച്ചന അവിടേക്ക് വന്ന് കുഞ്ഞിനെ എടുത്തു. ശേഷം കാണിക്കുന്നത് രാത്രിയിൽ കുഞ്ഞിനെ ഇങ്ങനെ ഉറക്കുകയാണ് അർച്ചന. അനഘ അവിടേക്ക് വന്നു. ആ കാര്യങ്ങൾ അനഘയോട് പറഞ്ഞിരിക്കുകയാണ് അർച്ചന. കുഞ്ഞ് വല്ലാണ്ട് പേടിച്ചു പോയെന്ന് പറയുന്നു. അല്പം താമസിച്ചു പോയെങ്കിൽ കുഞ്ഞ് ആ ബക്കറ്റിൽ വീണേനെന്ന് അർച്ചന പറയുന്നു. കുഞ്ഞിനെ ഏട്ടത്തെ ദൂരെ മാറ്റിയല്ലേ കിടത്തിയത്, പിന്നെ എങ്ങനെയാ അവിടെ വന്നത് എന്ന് അനഘ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, അതാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന്. അർച്ചന എടുത്ത് ഇത് മനഃപൂർവ്വം കുഞ്ഞിനെ മാറ്റിക്കിടത്തിയത് തന്നെയാണെന്ന് അനഘ. ആര് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അനഘ പറയുന്നു, കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇഷ്ടപ്പെടാത്ത ആളുകൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന്. ചേച്ചി അർച്ചന എടുത്ത് അങ്ങോട്ടേക്ക് പോകുന്ന സമയം കുഞ്ഞ് കിടക്കുന്നിടത്തേക്ക് ചേച്ചി പോകുന്നത് ഞാൻ കണ്ടിരുന്നു. വെള്ളത്തിൽ വീഴാൻ തക്കവണ്ണം കുഞ്ഞിനെ മാറ്റിക്കിടത്തിയത് ഇനി ചേച്ചിയാണോ എന്ന് അനഘ ചോദിക്കുന്നു. ഇത് കേട്ട് അർച്ചന ടെൻഷനാകുന്നു. എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ടെന്നും അനഘ പറയുന്നു. നീ മോളെ എന്ന് പിടിച്ചെന്ന് പറഞ്ഞ് അനഘയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കുകയാണ്. എന്ത് ചെയ്താലും ഞാൻ ക്ഷമിക്കും, പക്ഷേ എൻ്റെ കുഞ്ഞിനെ ദ്രോഹിച്ചാൽ അത് ഞാൻ ക്ഷമിക്കില്ല, സത്യം എനിക്ക് അറിയണമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അർച്ചന അവന്തികയുടെ അരികിലേക്ക് പോകുന്നു. അവന്തികയുടെ മുറിയിലേക്ക് വന്ന് വാതിൽ കുറ്റിയിട്ടിരിക്കുകയാണ് അർച്ചന വല്ലാണ്ട് ദേഷ്യത്തിൽ തന്നെയാണ്. നീ എന്തിനാ വാതിലടച്ചത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അർച്ചന ദേഷ്യത്തോടെ പറയുന്നു, ഞാൻ ഈ വീട്ടിൽ വന്ന നാൾ മുതൽ നിങ്ങൾ എന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയതാണ്. എല്ലാം ഞാൻ കണ്ടില്ലാന്ന് നടിച്ചു, പലതും ഞാൻ അവഗണിച്ചു. നന്ദേട്ടൻ്റെ ഭാര്യ എന്ന പരിഗണനയിൽ പലതും ഞാൻ വിട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഞാൻ ജീവനോടെ വെച്ചേക്കില്ലെന്ന് പറയുന്നു. നിന്റെ കുഞ്ഞോ, അതിന് നീ എപ്പോഴാണ് പ്രസവിച്ചത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, പ്രസവിച്ചാൽ മാത്രമേ അമ്മയാവൂ എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? സാധാരണ നാട്ടിൽ പെണ്ണുങ്ങൾ അങ്ങനെയാണ്, കല്യാണം കഴിയും, ഗർഭിണിയാകും, പ്രസവിക്കും, അമ്മയാകും. എൻ്റെ അറിവിൽ നീ ഇതുവരെ പ്രസവിച്ചിട്ടില്ല. നിനക്ക് ഈ ജന്മം കുട്ടികൾ ഉണ്ടാകില്ല എന്നത് ആർക്കാണ് അറിയാത്തത്? നിന്നെ പരിശോധിച്ച ഡോക്ടർ തന്നെ അതിൻ്റെ റിസൾട്ടും തന്നിട്ടുണ്ട്. അത് ഈ വീട്ടിൽ എല്ലാവരും കണ്ടതാണ്. പിന്നെ നീ എങ്ങനെയാ അമ്മയാവുന്നത് എന്ന് അവന്തിക ചോദിക്കുന്നു. നിർത്ത്, 10 മാസം വയറ്റിൽ ചുമന്നാൽ മാത്രം അമ്മയാകും എന്നില്ല. അതിനെ താരാട്ടി പാടി ഉറക്കണം, അതിനെ നോക്കണം.
സ്വന്തം കുഞ്ഞിൻ്റെ കൈ വളർന്നോ കാല് വളർന്നോ എന്ന് നോക്കി ഓരോ നിമിഷവും ജീവിക്കുന്നവരാണ് അമ്മമാർ. അല്ലാതെ ജന്മം കൊടുത്തത് കൊണ്ട് മാത്രം അമ്മയാകണമെന്നില്ല. ആർക്കും അമ്മയാകാൻ പറ്റും. എന്നെ ഇത്രയും കുറ്റപ്പെടുത്തുന്ന നിങ്ങൾക്കിതുവരെ അമ്മയാകാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് അർച്ചന ചോദിക്കുന്നു. അതിൽ അവന്തിക പെട്ടു. നിങ്ങളെന്താ ഇതുവരെ കുഞ്ഞിനെ പ്രസവിക്കാതിരുന്നതെന്നും അതിൻ്റെ പേരിൽ ഇന്ന് വരെ ഈ വീട്ടിൽ ആരെങ്കിലും ഒരു വാക്ക് കൊണ്ട് പോലും നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് എന്ന് അർച്ചന ചോദിച്ചു. ഇത് നല്ല കഥയായി. നിന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്നോ? ആരാണ് ഈ കള്ളം പറഞ്ഞു തന്നത്? ഒരു കൊടി കുഞ്ഞിനെ ദ്രോഹിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? എന്ന അവന്തിക. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട. എൻ്റെ കുഞ്ഞിനെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളല്ലേ? കുഞ്ഞിൻ്റെ അരികിൽ നിങ്ങൾ നിൽക്കുന്നത് കണ്ടവരുണ്ടെന്ന് അർച്ചന. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ കുഞ്ഞിനെ വെള്ളത്തിലിട്ട് കൊല്ലാൻ ശ്രമിച്ചെന്നോ? പിന്നെ നീ വളർത്തുന്ന കുഞ്ഞല്ലേ, ഏത് വെള്ളത്തിലിട്ടാലും അത് കരയ്ക്ക് എത്തും. അല്ലാതെ അത്ര പെട്ടെന്ന് ചാകാൻ പോകില്ല. ഒരു കാര്യം നീ ഓർത്തോ, ആ കുഞ്ഞ് ഒരുപാട് കാലം ദീർഘായുസോടെ ഈ വീട്ടിൽ ജീവിക്കുമെന്ന് നീ കരുതണ്ട. അധിക നാൾ അത് നിന്റെ കയ്യിൽ ഉണ്ടാകില്ല എന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന അവന്തികയുടെ കരണത്തടിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ആ കൈ തടയുകയാണ് അവന്തിക. നീ എന്ത് കരുതി? എവിടുന്ന് ഒരു ദരിദ്രവാസിയുടെ കുഞ്ഞിനെ കൊണ്ടുവന്ന് വളർത്തിയിട്ട് ഷോ കാണിക്കാമെന്നോ? ഈ വീട്ടിൽ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ ആ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെക്കാനോ? നടക്കില്ല. ഞാനിവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാനതിന് സമ്മതിക്കില്ല. നെല്ലിശ്ശേരിയിലെ കുഞ്ഞായിട്ട് അത് വളരാനും ഞാൻ സമ്മതിക്കില്ല എന്ന് അവന്തിക പറയുമ്പോൾ തന്നെ അവന്തികയുടെ കഴുത്തിൽ കിടന്ന ആ ടവൽ എടുത്തിട്ട് അത് ചുരുട്ടി അവന്തികയുടെ കഴുത്തിനിട്ട് മുറുക്കുകയാണ് അർച്ചന. അവന്തിക വല്ലാണ്ട് ഭയപ്പെട്ടു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചത് നിങ്ങൾ തന്നെയാണെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക ദേഷ്യത്തോടെ പറയുന്നു. ആണെങ്കിൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്കുക. മര്യാദയ്ക്ക് എന്നെ വിടാനാ പറഞ്ഞത്. നിങ്ങൾക്ക് കേസ് കൊടുക്കാനേ ഞാൻ പോവില്ല ഒരു പോലീസ് സ്റ്റേഷനിലും. അല്ലാതെ തന്നെ നിങ്ങളെ നിലയ്ക്ക് നിർത്താൻ എനിക്കറിയാമെന്ന് അർച്ചന. എന്നിട്ട് അവന്തികയെ പിടിച്ച് ആ ബെഡിലേക്ക് തള്ളിയിടുകയാണ് അർച്ചന. ഇനി മേലിൽ എൻ്റെ കുഞ്ഞിൻ്റെ 7 അയലത്ത് വന്നാലുണ്ടല്ലോ, ജീവനോടെ നിങ്ങളെ ഞാൻ ഈ മുറിയിൽ കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞ് അർച്ചന പോകുന്നു. അർച്ചന വാതിൽ തുറന്നതും അനക കുഞ്ഞുമായി അവിടെ നിൽക്കുന്നു. കുഞ്ഞിനെ എടുത്തിട്ട് അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ അനക അവന്തിക ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അനക്കയും പോകുന്നു. ഇവിടെ തന്നെയായിരിക്കും അർച്ചനയോടെല്ലാം പറഞ്ഞു കൊടുത്തത്. മറ്റേത് കുഞ്ഞിനെ നീ കൊണ്ട് വളർത്തിയാലും ഈ കുഞ്ഞിനെ നിന്റെ കുഞ്ഞായി വളർത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അവന്തിക മനസ്സിൽ പറയുന്നുണ്ട്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ വിധി ഞാൻ തീരുമാനിച്ചതാണ്. അത് ഞാൻ നടത്തും. ഇനി അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു. വക്കീലിനെ വീണ്ടും സേതു വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. എന്തായി വക്കീലെ, ഞാൻ പറഞ്ഞതുപോലെയെല്ലാം തയ്യാറാക്കിയോ എന്ന് ചോദിക്കുന്നു. ഇനി വേഗം തന്നെ അത് പ്രൊസീഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ വക്കീല് പറയുന്നുണ്ട് അതിനൊരു തടസ്സമുണ്ടെന്ന്. കുഞ്ഞുങ്ങളുടെ പേരിൽ സ്വത്തുക്കൾ എഴുതാൻ കഴിയില്ല എന്നും അത് തനിക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞ് സാറിൻ്റെ മകൾ കൊടുത്ത കേസിൽ കോടതിയിൽ നിന്നും സ്റ്റേ ലഭിച്ചിട്ടുണ്ട്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സേതു. നമുക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കേസ് വർഷങ്ങളോളം നീണ്ടുപോകുകയും ചെയ്യും. അത് പറയാനാണ് ഞാൻ വന്നതെന്നും സാറ് മോളെ പറഞ്ഞു മനസ്സിലാക്കിയാൽ വളരെ ഉപകാരമായിരുന്നു എന്നും പറയുന്നു. സ്നേഹ അവിടേക്ക് വിളിക്കുകയാണ് സേതു. അർച്ചനയും ആദരയും അനഘയും അവിടേക്ക് വന്നു. സ്നേഹയും അവിടേക്ക് വരുന്നു. ഈ വക്കീൽ പറഞ്ഞത് ശരിയാണോ എന്ന് സേതു ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു, വക്കീൽ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കുഞ്ഞുങ്ങളുടെ പേരിൽ സ്വത്ത് എഴുതി കൊടുക്കുന്നതിനെ പറ്റി ഞാൻ കോടതിയിൽ സ്റ്റേ വാങ്ങിയതിനെ പറ്റിയാണെങ്കിൽ വക്കീൽ അച്ഛനോട് പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ ആ തീരുമാനം നടക്കില്ലെന്ന്? അത് മുന്നോട്ട് പോയാൽ ഞാൻ വേണ്ടത് ചെയ്യുമെന്നും പറഞ്ഞില്ലേ? അവന്തികയും ഇത് കേൾക്കുന്നു. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. അച്ഛൻ തീരുമാനിക്കുക, പക്ഷേ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന തീരുമാനമാകരുത് എന്നേ ഉള്ളൂ എന്ന് സ്നേഹ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, സ്നേഹ നീ എന്തൊക്കെയാണ് അച്ഛനോട് പറയുന്നതെന്ന്? നല്ല ബോധ്യമുള്ള കാര്യമാണ് ഞാൻ അച്ഛനോട് പറയുന്നത്. ഞാൻ അച്ഛനോട് സ്വത്ത് എഴുതി വെക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് പൊള്ളുന്നത് എന്തിനാണ്? അത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ സമനില തെറ്റുന്നോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, എൻ്റെ സമനിലയ്ക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞതാ എൻ്റെ മോൾക്കൊന്നും വേണ്ടെന്ന്. കണ്ടോ അച്ഛാ, ഞാൻ പറഞ്ഞതല്ലേ ഒന്നും വേണ്ടെന്ന്. ഇപ്പോൾ സ്നേഹ പറയുന്നത് കേട്ടോ എന്ന് പറയുന്നു. സ്നേഹ അർച്ചനയോ ആദരയോ എന്നോടൊന്നും പറഞ്ഞിട്ടല്ല ഞാൻ ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിനക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റണം. എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. അത് അതുപോലെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്ന് സേതു പറയുമ്പോൾ സ്നേഹ പറയുന്നു, അങ്ങനെ നിർബന്ധം പിടിക്കുന്നതാണ് അച്ഛാ കുഴപ്പം. അച്ഛൻ ഇഷ്ടമുള്ളത് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് നടക്കുന്ന കാര്യമല്ല. ഈ നാട്ടിൽ കോടതിയും നിയമമൊക്കെയുണ്ട്. അച്ഛൻ്റെ ഇഷ്ടം ഞാൻ തള്ളി പറഞ്ഞതല്ല. അച്ഛൻ ഇതുപോലെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം. ഇത് കേട്ട് സന്തോഷത്തോടെ അവന്തിക നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.